ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാം ഇഡിയുടെ ചോദ്യമുനയിൽ. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ഇഡി ലക്ഷ്യം. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ജയറാം പറഞ്ഞു. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പൂജ കാര്യങ്ങൾ ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ ഇടനിലക്കാരൻ കൽപേഷ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ആദ്യ മൊഴി ഇഡി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്യും. എസ് ശരണാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ശരൺ, ജയറാം പറഞ്ഞതുപോലെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നത്. ജയറാമിന്റെ ചോദ്യം ചെയ്യൽ എത്ര നേരം പിന്നിട്ടു? വിനിത, വളരെ പ്രധാനപ്പെട്ട 2 പേരുടെ ചോദ്യം ചെയ്യലുമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് നടൻ ജയറാമാണ്. ഇതിന് പുറമെ മറ്റൊരാൾ ഹാജരായിരിക്കുന്നത് കൽപേഷാണ്. ഇതിൽ ജയറാം 11 മണിയോട് കൂടിയാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം ഇപ്പോൾ 2 മണിക്കൂറോളമായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജയറാമിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കുന്ന പേരിൽ കൊണ്ടുപോയ ശേഷം പലയിടങ്ങളിലായിട്ട് എത്തിച്ച് പണപ്പിരിവ് നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ ജയറാമിന്റെ സാന്നിധ്യം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം 3 ഇടങ്ങളിലാണ് ജയറാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനെ അടുപ്പമുള്ളതിനാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ളതാണ് ഇഡി പ്രധാനമായി പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി ജയറാമിനോട് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒപ്പം തന്നെ ആസ്തി വിവരങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി വച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ഇടനിലക്കാരനായ കൽപേഷും ഇന്ന് ചോദ്യം ചെയ്യലായി ഇഡിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ഈ സ്വർണം വേർതിരിച്ച ശേഷം ബെല്ലാരിയിലെ ജൂവലറി ഉടമയായ ഗോവർദ്ധനെ കൈമാറിയത് ഈ കൽപേഷ് മുഖേനയാണ്. ശരി, ഏതായാലും ജയറാമിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇടനിലക്കാരൻ കൽപേഷിനെയും ഇഡി ചോദ്യം ചെയ്യുകയാണ്. ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് എസ് ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്.